ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഡെസേർട്ടാണ്. 3 ടൈപ്പ് ഡെസേർട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈദിനും അതുപോലെ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള 3 ഡെസേർട്ടുകളാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 500 മില്ലി പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പാലൊന്നും അങ്ങനെ അടിയിൽ പറ്റി പിടിക്കൊന്നുമില്ല. എന്നാലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമായി ഇപ്പോൾ തിളച്ച് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് നല്ലൊരു കട്ടി കിട്ടും. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിലും പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചും ചേർക്കാം. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെയും ചെയ്യാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാല് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അതായത് തിളപ്പിച്ചിട്ടൊന്ന് പാല് വറ്റിച്ചെടുത്ത് ഒന്ന് കട്ടിയാക്കി എടുത്താലും മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പുറമെ നമുക്ക് മധുരം കുറച്ചും കൂടെ വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം ഇതാ പാല് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് പാല് കുറച്ചൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി പാല് പെട്ടെന്നൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലവർ അല്പം പാലിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതാ ഈ ഒരു തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇനി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗളിലാണ് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ ബ്രൗൺ കളറിലുള്ള ആ ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുത്തിട്ട് ബ്രെഡിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസും വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ബ്രെഡ് എത്രയാണോ വെച്ച് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ലെയറിലൊക്കെ ബ്രെഡ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ
നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഇനി കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത ഉണക്കമുന്തിരിയും അതുപോലെ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ചെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാം. തണുപ്പിച്ചിട്ടോ തണുപ്പില്ലാതെ ഒക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി നോക്കാം. അടുത്ത റെസിപ്പി കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ കുക്കിംഗ് ഒന്നും ആവശ്യമില്ലാതെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങാപ്പാലാണ്. ഇനി പുഡിംഗ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 ടീസ്പൂൺ ജലാറ്റിന് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ജലാറ്റിന് ഒന്ന് കുതിരാനായിട്ട് വെക്കണം. ജലാറ്റിന് പകരം വേണമെങ്കിൽ ചൈനാഗ്രാസും എടുക്കാം കേട്ടോ. ചൈനാഗ്രാസ് ആകുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ജലാറ്റിൻ ആകുമ്പോൾ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് തേങ്ങാപ്പാൽ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിലേക്ക് തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഇത് സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുത്ത് കഴിയുമ്പോഴേക്കും ഇത് റെഡി ആയിട്ട് വന്നോളും. അപ്പോൾ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ അല്പം വെള്ളം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമ്മുടെ ജലാറ്റിൻ്റെ പാത്രം ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് രീതിയിലൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഈ ഒരു വെള്ളം തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ജലാറ്റിന് നന്നായിട്ട് മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ അതാ ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും നമ്മുടെ ജലാറ്റിന് നന്നായിട്ട് തന്നെ മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങാപ്പാലിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2ഉം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഉണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മധുരം എത്ര ഉണ്ടെന്ന് നോക്കാം. അതിനനുസരിച്ച് പിന്നെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം ഒരു മധുരം വേണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ബാക്കി പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ അലിഞ്ഞ് കിട്ടും. അപ്പോൾ ആദ്യം ഞാൻ 2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ മധുരം കുറവാണ്. അപ്പോൾ ഞാൻ 2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു 4-5 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ടോ ചേർത്ത് കൊടുക്കേണ്ട അളവ്. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്തിപ്പോൾ പാകത്തെ മധുരമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ജലാറ്റിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചൈനാഗ്രാസ് ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പുഡിംഗ് ആകുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുഡിങ്ങിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്കിത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലാസിൻ്റെ ഒരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചാൽ മതി. സ്റ്റീലിൻ്റെ പരന്ന പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വെച്ചാലും മതി. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് കേട്ടോ വെക്കുന്നത്. ഫ്രീസറിൽ വെച്ച് ഒരല്പ സമയം വെക്കുമ്പോൾ തന്നെ ഇത് സെറ്റായിട്ട് വരും. അപ്പോൾ പുഡിങ് ഞാൻ ഫ്രീസറിൽ വെച്ചിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഉൾഭാഗം ഒന്നും സെറ്റായിട്ടില്ല കേട്ടോ. ഉൾഭാഗമൊക്കെ ആ വെള്ളമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യൂ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. പിസ്താഷ്യൂ തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ചെറീസോ അല്ലെങ്കിൽ കിസ്മിസോ നട്ട്സോ വേറെ എന്തെങ്കിലും നട്ട്സോ ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
ഇനി നമുക്കിത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രീസറിലാണ് വെക്കുന്നത്. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് എടുത്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ അടുത്ത റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാരമൽ നട്ട്സ് ഉണ്ടാക്കിയെടുക്കണം, അതായത് പ്രളയൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് കാരമലാക്കിയെടുക്കണം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. തീ കൂട്ടി വെച്ചാൽ പഞ്ചസാര കരിഞ്ഞു പോകും. അതാ ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട കേട്ടോ. അതാ ഈ ഒരു കളറായി കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ സെറ്റാവാൻ വേണ്ടിയിട്ട് ഞാനെന്താ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കത് സെറ്റായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതായത് ഇതിലേക്ക് മാറ്റിയിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. എന്നിട്ട് ഞാനിതാ ഈ ഒരു പാനിനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കാരമലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. അപ്പോൾ അതാ പഞ്ചസാര മെൽറ്റായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മെൽറ്റായിട്ട് ഇതാ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് കളർ മാറി വന്നോട്ടെ. എന്നിട്ട് ആ ഒരു കളറായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ. അപ്പോൾ അത് ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് നമുക്കിതിലേക്കൊരു 10 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കാം. അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു ബട്ടർ മെൽറ്റ് ആവുന്നത് വരെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചൂടുള്ള കാരമലിൽ കിടന്നിട്ട് പെട്ടെന്ന് തന്നെ ബട്ടർ മെൽറ്റായി വന്നോളും. ഇപ്പോൾ അതാ ബട്ടർക്ക് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ കാരമലൊന്നും ഒരുപാടൊന്നും കട്ടയാവാതെ പെട്ടെന്ന് തന്നെ ഇതിൽ മിക്സ് ആയി കിട്ടും. തണുത്ത പാലാണെന്നുണ്ടെങ്കിൽ കാരമലൊക്കെ കട്ടയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. ഈ ഒരു ചൂടുള്ള പാലിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഈ കാരമലൊക്കെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മൾ ചൈനാഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത്. പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 6 ഗ്രാം ചൈനാഗ്രാസ് ഒരു 1/2 കപ്പ് വെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അത് ഞാൻ മറ്റൊരു സ്റ്റൗവിൽ ഒരു പാനിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതൊന്ന് മെൽറ്റായി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പാലിൻ്റെ മിക്സും കൂടെ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാൽപ്പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും ടേസ്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ഇത് രണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉണ്ടായാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടുമെന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ചൈനാഗ്രാസ് ഇവിടെ മെൽറ്റായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സമയം ആകുമ്പോഴേക്കും നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു മിക്സും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇത് തിളച്ച് പോകുന്നു വേണ്ട കേട്ടോ. തിളക്കുന്നതിൻ്റെ മുന്നേ ഉള്ള സ്റ്റേജിലാണ് നമുക്ക് ചൈനാഗ്രാസ് ഉരുക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. തിളച്ച് കഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് ഒന്ന് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലിൻ്റെ മിക്സ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി കേട്ടോ. ചൂടായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ആവി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചൈനാഗ്രാസിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൈനാഗ്രാസ് ഇതാ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി നമുക്ക് ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു കേക്ക് മോൾഡാണിത്. അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെറ്റാവാൻ വേണ്ടി മാറ്റി വെക്കണം. അതിന് മുമ്പ് നമ്മുടെ പ്രളയന് ഇതാ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓയിൽ ആക്കി നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്തിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ടൊന്നും പൊടിച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം.
മുകൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പുഡിങ്ങിൽ ഇടയിലൊക്കെ കടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ താഴെ വെക്കുകയാണെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി നട്ട്സ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് വെച്ചിട്ട് ഇതാ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. താങ്ക് യു.